എന്തായാലും ലേണിംഗ് മക്കളെ, അപ്പം നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞു, ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇപ്പം നമ്മൾക്കില്ലേ അല്ലേ. വളരെ കൂളായിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മളിപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കുക, മാക്സിമം എൻജോയ് ചെയ്യുക, ട്രിപ്പൊക്കെ പോകാൻ പറ്റുമെങ്കിൽ പോവുക, പിന്നെന്താ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ അടിച്ച് പൊളിക്കുക കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്വിസുമായിട്ടാണ്. 10 ക്വസ്റ്റ്യൻസ് സയൻസ് റിലേറ്റഡ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? വെക്കേഷനാണ്, ഒക്കെ ശരിയാണ്, എല്ലാം കൂടെ അടച്ചുപൂട്ടി എടുത്തു വെക്കുകയല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അവിടെ ഉണ്ട് അല്ലേ. പ്രധാനമായിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോൾ ചോദിച്ചാലും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെയുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നിട്ടുള്ളത്. സയൻസ് റിലേറ്റഡ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ നമുക്ക് നോക്കാം അല്ലേ, ഏതൊക്കെയാണ് ആ 10 ക്വസ്റ്റ്യൻ. നിങ്ങൾ വീഡിയോ കാണുന്നതോട് കൂടെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും കൂടെ നോക്കുക. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ്. അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും കൂടെ ചെയ്യണം, കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം. ഓക്കെ, സെറ്റ് ആണല്ലോ? റെഡി? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ യൂണിറ്റ് ഓഫ് ലെങ്ത്? ലെങ്ത്തിന്റെ യൂണിറ്റ് ഏതാണ്? ഇതില്ലടാ, കിലോഗ്രാം ഉണ്ട്, ആംപിയർ ഉണ്ട്, ഗ്രാം ഉണ്ട്, മീറ്റർ ഉണ്ട്, അങ്ങനെ കുറച്ച് തന്നിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം ദ യൂണിറ്റ് ഓഫ് ലെങ്ത് ഏതാണടാ? ഇവിടെ മീറ്റർ ആണ് അല്ലേ. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇപ്പോൾ ഒരു മാർക്ക് കിട്ടി. നെക്സ്റ്റ്, ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം. ഇലക്ട്രോൺസ് എവിടെ വന്ന് എവിടേക്കാണ് ഒഴുകുക? ബാറ്ററിയുടെ ഏത് ടെർമിനലിൽ നിന്നും ഏത് ടെർമിനലിലേക്കാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എവിടെ നിന്നാണ്? നെഗറ്റീവ് ടെർമിനൽ ടു ദ പോസിറ്റീവ് ടെർമിനൽ ആണ് ഇലക്ട്രോൺസിന്റെ ഫ്ലോ എന്ന് പറഞ്ഞത്. സോ നമുക്ക് അഗെയിൻ ഓരോ മാർക്ക് കിട്ടി അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ഫ്രം. കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിന്റെ ഫ്ലോന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും കറണ്ടിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. സോ വി ഹാവ് ഓപ്ഷൻ 2, പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി എന്ന് വേണം നമ്മൾ എഴുതി കൊടുക്കാൻ. സോ വി ഗോട്ട് എന്താ അടുത്ത മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2000 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. മില്ലിമീറ്ററിനെ എങ്ങനെയാണ് മീറ്ററിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുക? ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി അല്ലേ. എന്തുകൊണ്ടാണ്? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ നമ്മൾ കയ്യിലുള്ളത്? 2000 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ 0 കിട്ടും. റിമൈനിങ് 2 meter is the answer. So we have ഓപ്ഷൻ 4 is the answer അല്ലേ. വളരെ സിമ്പിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 250 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വളരെ സിമ്പിൾ ആണ്. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 100 ആണ്. അങ്ങനെയാണെങ്കിൽ 250 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ 0 കട്ട് ചെയ്യുന്നു. ദെൻ 25/10 എന്നുണ്ട് അല്ലേ. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാതിൽ എത്ര 0 ഉണ്ട്? ഒരു 0. സോ അങ്ങനെയാണെങ്കിൽ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ വരുന്ന രീതിയിൽ കൊടുക്കുക. സോ ഹിയർ വി ഗോട്ട് എന്താണ്? 2.5 മീറ്റർ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും അല്ലേ. എത്ര സിമ്പിൾ ആണല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു മാർക്ക് കിട്ടി. ഇനി കിട്ടിയിട്ടില്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കട്ടോ. നമ്മൾ എത്രത്തോളം കാലം സയൻസ് പഠിക്കുന്നോ അത്രയും കാലം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം? ഓർമ്മിച്ച് വെക്കുക, അറിഞ്ഞിരിക്കുക. മോഷൻ ഓഫ് എ സ്വിങ്. സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ അല്ലേ. ഊഞ്ഞാലിൻ്റെ ഡയറക്ഷൻ അത് എങ്ങനെയാണ്? ഊഞ്ഞാലിൻ്റെ മോഷൻ എങ്ങനെയാണ്? നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. നമ്മൾ ഫിസിക്സിൽ അല്ലെങ്കിൽ സയൻസിൽ നമ്മൾ ഇതിനെ പറയാം ടു ആൻഡ് ഫ്രോ മോഷൻ എന്നാ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ആ മോഷനാണ് ഓസിലേറ്ററി മോഷൻ. എന്താണെടാ? ഓസിലേറ്ററി മോഷൻ. സോ നമുക്ക് അതും കിട്ടിക്കഴിഞ്ഞു അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാഗ്നറ്റ് ഹാസ് നോ ഡൗട്ട് എന്താണ്? 2 പോൾസ് ആണ് അല്ലേ. ഏതൊക്കെയാണ് ആ പോൾസ്? നോർത്ത് പോളും സൗത്ത് പോളും. 2 പോൾസ് ആണ്, നോർത്ത് പോളും സൗത്ത് പോളും. സിമ്പിൾ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എൻ ഇൻസുലേറ്റർ? ഇൻസുലേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? കറണ്ടിൻ്റെ ഫ്ലോ നടക്കാത്തത് അല്ലേ. കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസ് ആണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അതിൽ ഏതൊക്കെയാണ്? കോപ്പറിൽ കറണ്ട് ഫ്ലോ നടക്കും, അയണിൽ സിമ്പിളായിട്ട് നടക്കും, സിൽവറിലും വളരെ സിമ്പിളായിട്ട് നടക്കും. നടക്കാത്തത് എവിടെ മാത്രമാണ്? ഡയമണ്ടിൽ മാത്രമാണ്. സോ ഹിയർ വി ഹാവ് ദ ഇൻസുലേറ്റർ ആസ് ഡയമണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി? നോ ഡൗട്ട് ഏതാണടാ? സിൽവർ ആണ്. പക്ഷെ നമ്മൾ സിൽവർ ആണോ ഉപയോഗിക്കുന്നത് നമ്മൾ വീട്ടിലെ കറണ്ട് ഫ്ലോക്ക് വേണ്ടിയിട്ട്? അല്ലല്ലോ അല്ലേ. നമ്മൾ വയറിനുള്ളിൽ പൊളിച്ച് നോക്കി നമുക്ക് സിൽവർ ആണോ കാണാൻ? അല്ലല്ലേ. കോപ്പർ വയറൊക്കെയാണ് കാണാൻ അല്ലേ. അലുമിനിയം ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറ്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ സിൽവർ ഉപയോഗിക്കാത്തത്? സിൽവറിലാണ് ഭയങ്കര അല്ലെ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. കറണ്ടിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുക ആക്ച്വലി സിൽവറിലാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ സിൽവർ യൂസ് ചെയ്യുന്നില്ല? അത് വളരെ എക്സ്പെൻസീവ് ആണ്. നമ്മളെ വീട്ടിലെ വയറിങ്ങിന് വേണ്ടി മൊത്തം സിൽവർ മാത്രമാണ് ഉപയോഗിക്കണമെങ്കിൽ അല്ലേ സീനാവും അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് സിൽവർ ആണ് കേട്ടോ. സിൽവർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എൻ കണ്ടക്ടർ?
കണ്ടക്ടർ ഇതിലേതാണ് വുഡ്, റബ്ബർ, ഡയമണ്ട്, സിൽവർ എന്നൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ 9 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ 9ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഒന്ന് നോക്കൂ കേട്ടോ. നിങ്ങൾ എക്സാമൊക്കെ കഴിഞ്ഞ് ഒക്കെ ശരിയാണ്, പക്ഷെ ഒക്കെ പാട് വലിച്ചെറിഞ്ഞ് പോകാനുള്ള സമയമൊന്നും നമുക്ക് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ നമ്മളുടെ ഈ ഒരു ചാനലിൽ നമ്മൾ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലൊക്കെ തന്നെ ആയിട്ട് വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യും. സോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ കളിച്ചോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഇതിനു വേണ്ടി നിങ്ങളൊരു 5 മിനിറ്റെങ്കിലും ദിവസം മാറ്റി വയ്ക്കുക കേട്ടോ. സോ നമുക്ക് അടുത്ത ക്വിസ് കോമ്പറ്റീഷനിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.